മറാത്ത മേഖലയിൽ മാധവ് റാവുവിൻ്റെ മരണത്തെ തുടർന്ന് ശക്തനായൊരു നായകനില്ലാതെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ നിഴലിൽ ബുദ്ധിമുട്ടുന്ന സമയമാണ്. മറാത്തയിൽ നിന്നേറ്റ വലിയ തോൽവിക്ക് തിരിച്ചടി നൽകാനും നഷ്ടപ്പെട്ട നിർണായക മേഖലകൾ തിരിച്ചുപിടിക്കാനും ഹൈദരലി അതോടെ നീക്കങ്ങൾ നടത്തി തുടങ്ങി. തീരമേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന ടിപ്പു സുൽത്താനോട് ഉത്തരമേഖലകളിലേക്ക് നീങ്ങി മറാത്ത പിടിച്ചെടുത്തിട്ടുള്ള മൈസൂർ മേഖലകൾ തിരിച്ചുപിടിക്കാനും ഹൈദരലി ഉത്തരവിട്ടു. 1774 മിന്നൽ പിണറായി ടിപ്പു മുന്നേറുകയും ചെയ്തു. അതിനായി ഹൈദരലി ഉപയോഗപ്പെടുത്തിയത് രഘുനാഥ് റാവുവിൻ്റെ പേഷ്വാ മോഹമായിരുന്നു. മാധവ് റാവുവിൻ്റെ മരണത്തിനപ്പുറം തന്നെ പേഷ്വ ആവാൻ രഘുനാഥ് റാവു ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ മറാത്തയിലെ പല പ്രബലരും അതിനെ എതിർത്തുകൊണ്ടിരുന്നു. അതോടെ അവിടെയും ആഭ്യന്തര സംഘർഷം രൂക്ഷമായി. ഈ സമയം രഘുനാഥ് റാവു ഹൈദരലിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു. മൈസൂർ നൽകേണ്ട തുക 6 ലക്ഷമായി കുറക്കാമെന്നൊക്കെയുള്ള സന്ധി സംഭാഷണങ്ങളാണ് അവിടെ ഉണ്ടായത്. ഏതായാലും ഹൈദരലി മറാത്തയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകാതെ അത്തരമൊരു സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കാനാണ് നീക്കങ്ങൾ നടത്തിയത്. മറാത്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നയപരമായി നേരിട്ടും പരോക്ഷമായി തൻ്റെ മേഖലകളെ ആക്രമിച്ച് തിരിച്ചുപിടിച്ചും ഹൈദരലി സമർത്ഥമായി ഉപയോഗിക്കുകയുണ്ടായി. ഇത്തരത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട സമ്പന്ന മേഖലകളെ കൂടി ഹൈദരലി തിരിച്ചുപിടിച്ചു. അതോടെ ഹൈദർ വീണ്ടും ഈ മേഖലയിലെ ശക്തനാവാൻ ആരംഭിച്ചു. ഇതേ സമയം കഴിഞ്ഞ വർഷങ്ങളിൽ പിടിച്ചെടുത്ത കൂർഗ് മേഖലയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. നികുതി പിരിക്കാനായി ഹൈദർ നിയോഗിച്ചിട്ടുള്ള ബ്രാഹ്മണ ഉദ്യോഗസ്ഥൻ്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെയാണ് അവിടെ കലാപം ഉണ്ടാവുന്നത്. അപ്രകാരം പല വിഭാഗം ആളുകളും മടിക്കേരി മേഖലയിൽ ഒത്തൊരുമിക്കുകയും അവിടെ ഒരു പ്രതിരോധം സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. എന്നാൽ ശക്തമായ ഒരു സൈന്യത്തെ ഹൈദരലി അങ്ങോട്ടേക്ക് അയക്കുകയും കലാപത്തെയൊക്കെ അതിവേഗം അടിച്ചമർത്തുകയുമാണ് ഉണ്ടായത്. ഹൈദർ തൻ്റെ അടുത്ത ലക്ഷ്യമായി കണ്ടത് ബെല്ലാരി മേഖലകളെയാണ്. കാരണം അവർ ഹൈദരാബാദിന് പിന്തുണ നൽകിയിരുന്നു. ബെല്ലാരി മേഖല എം ലാലിയുടെ നേതൃത്വത്തിൽ ഹൈദരലിയെ നേരിടാനായി ഒരു സൈന്യത്തെയും ഒരുക്കിയിരുന്നു. എന്നാൽ സകല പ്രതിരോധത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് ഹൈദരലി അതിവേഗം കടന്നെത്തുകയും കോട്ടയൊക്കെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുകയുമുണ്ടായി. അവിടെ നിന്നും ഹൈദരലി ഘൂട്ടി മേഖലകളിലേക്ക് പട നയിച്ചു. ഇവിടെയാണ് അതിശക്തമായി നിലകൊള്ളുന്ന, ഭേദിക്കാനൊക്കെ പ്രയാസമുള്ള ഘൂട്ടി ഫോർട്ട് നിലകൊള്ളുന്നത്. ഇതിൻ്റെ കമാൻഡറായി ഉണ്ടായിരുന്നത് മുറാറി റാവു ആയിരുന്നു. ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതോടെ ഹൈദരലി കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും കോട്ട ഭേദിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കോട്ടയുടെ താഴെ മേഖലകളെ ഹൈദരലി കീഴ്പ്പെടുത്തുകയും വലിയ സമ്പത്ത് സ്വന്തമാക്കുകയും ചെയ്തു. എങ്കിലും അപ്പർ ഫോർട്ട് മേഖല തകർക്കാനാവാതെ തന്നെ തുടർന്നു. ഒടുവിൽ ജലത്തിനും മറ്റും ആവശ്യമുയർന്നതും മറ്റുള്ള ജനങ്ങൾ ബന്ദികളായതുമൊക്കെ തുടർന്ന് മൊറാറി റാവുവിന് നിരുപാധികം കീഴടങ്ങേണ്ടി വന്നു. ഹൈദരലി ഇവിടെ നിന്നും 10 ലക്ഷം രൂപ പിടിച്ചെടുത്തുവെന്നും ഒപ്പം തൊട്ടടുത്ത മേഖലയെ മൈസൂരിനോട് കൂട്ടിച്ചേർത്തെന്നും പറയുന്നു. ഹൈദരലിയെ അംഗീകരിക്കുന്നവരെ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയതിനു ശേഷം മൊറാറി റാവുവിനെയും കുടുംബത്തെയും ശ്രീരംഗപട്ടണത്തേക്ക് ഹൈദരലി അയക്കുകയുണ്ടായി. അവിടെ നിന്നും കവലദുർഗ കോട്ടയിലേക്ക് മാറ്റുകയുണ്ടായി. ഏതായാലും അവിടെ വെച്ച് അധികം താമസിയാതെ മൊറാറി റാവു മരണപ്പെടുകയും ചെയ്തു. ഇതേ സമയം അധികാരം നഷ്ടപ്പെട്ട രഘുനാഥ് റാവു ബ്രിട്ടീഷിൻ്റെ സഹായം തേടുന്നുണ്ട്. പേഷ്വാ സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയം മറാത്ത സൈന്യത്തെ പ്രതിരോധത്തിലാക്കാനായി രഘുനാഥ് റാവു ഹൈദരലിയോട് കൃഷ്ണ നദി വരെയും പടയോട്ടം നടത്താൻ ആവശ്യപ്പെട്ടു. ആര് അധികാരത്തിൽ വരും എന്നതൊക്കെ ഹൈദരലി ചിന്തിക്കാത്ത വിഷയമായിരുന്നെങ്കിലും തുറന്നു വന്ന അവസരം മുതലാക്കിയ ഹൈദരലി പടയോട്ടം ആരംഭിക്കാനായി നിർദ്ദേശങ്ങൾ നൽകി. അപ്രകാരം കൃഷ്ണ നദിയുടെ മേഖലകളിലേക്ക് പടനീക്കം ആരംഭിക്കപ്പെട്ടു. മഴക്കാലം എത്തുന്നതിന് മുൻപ് ഒട്ടേറെ മേഖലകൾ മൈസൂർ പട കൈവശപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഹൈദരലി രഘുനാഥ് റാവുവിനൊപ്പം ചേർന്നതും ഉത്തരമേഖലയിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നുമുള്ള സ്ഥിതിവിശേഷം പുനെയിലെയും ഹൈദരാബാദിലെയും അധികാര തലങ്ങൾ അംഗീകരിച്ചില്ല. ഉടനെ ഹൈദർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആദ്യമൊരു പട പുറപ്പെടുകയുമുണ്ടായി. എന്നാൽ സാവന്നൂർ മേഖലയിൽ വെച്ച് ഹൈദരലിയുടെ വിശ്വസ്തനായ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള പട മുന്നേറിയ പടയെ തോൽപ്പിക്കുകയുണ്ടായി. വെറുതെ തോൽപ്പിക്കുക എന്നതിനപ്പുറം സമ്പൂർണ്ണമായ ഒരു നശീകരണമായിരുന്നു ഇവിടെ സംഭവിച്ചത്. പുനെയിൽ നിന്നും പരശുറാം ബാവുയുടെ നേതൃത്വത്തിൽ പ്രധാന സൈന്യവും നിസാം അലി വിട്ട മറ്റൊരു പടയും യാത്ര തുടങ്ങിയ സമയം കൂടിയായിരുന്നു ഇത്. എന്നാൽ മറാത്ത സൈന്യത്തിന് സംഭവിച്ചിട്ടുള്ള സമ്പൂർണ്ണ നശീകരണത്തിൻ്റെ വാർത്തകൾ അറിഞ്ഞ പ്രധാന സൈന്യം മുന്നേറാനൊന്നും നിൽക്കാതെ കൃഷ്ണ നദിക്കപ്പുറം തന്നെ നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ നിസാമിൻ്റെ സൈന്യവും വമ്പൻ തിരിച്ചടി പ്രതീക്ഷിച്ചതോടെ മുന്നേറിയ വഴികളെല്ലാം തിരികെ പോവുകയും നിസാമിൻ്റെ മേഖലയിലേക്ക് മാറി താവളം അടിക്കുകയും ചെയ്തു.
ഏതായാലും മഴക്കാലമായതുകൊണ്ട് തന്നെ പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അതോടെ താൽക്കാലിക വിരാമവും സൃഷ്ടിക്കപ്പെട്ടു. ഹൈദർ അലിയെ മാധവ് റാവുവിൻ്റെ നേതൃത്വത്തിൽ മറാത്ത സൈന്യം തോൽപ്പിച്ചത് നേരത്തെ പറയുകയുണ്ടായല്ലോ. ആ ഒരു മറാത്ത മുന്നേറ്റത്തിൽ മൈസൂരിൻ്റെ വലിയൊരു പ്രതിരോധമുണ്ടായിരുന്നത് നിജഗൽ കോട്ട മേഖലയിലാണ്. നിജഗൽ കോട്ട ഭേദിക്കാനാവാതെ കുഴങ്ങിയ മറാത്ത പടയെ സഹായിക്കുന്നത് ചിത്രദുർഗയിൽ നിന്നുള്ള പ്രത്യേക പരിശീലനമൊക്കെയുള്ള ബേദാർ വിഭാഗത്തിൽപ്പെട്ട സൈനികരായിരുന്നു. അന്ന് മുതലേ ഹൈദർ അലി ചിത്രദുർഗയുടെ നാഥന്മാരായ ബേദാർ ക്ലാനിനെ ശത്രുപക്ഷത്തായിരുന്നു കണ്ടിരുന്നത്. ഹൈദർ അലിയുടെ തിരിച്ചുള്ള മുന്നേറ്റത്തിൽ ചിത്രദുർഗ മേഖല പിന്തുണ നൽകിയതുമില്ല. അതിന് 2 കാരണങ്ങളൊക്കെ കാണാം. ഒന്ന്, ഹൈദർ അലി ഒരു വശത്തും മറുവശത്ത് മറാത്തയും നിൽക്കുന്നു എന്നത് തന്നെ. മാധവ് റാവു ഉണ്ടായിരുന്നപ്പോൾ മറാത്തയോടായിരുന്നു ചിത്രദുർഗ പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ചിത്രദുർഗയുടെ ചില മേഖലകളടക്കം ഹൈദർ അലി പിടിച്ചെടുത്തിരിക്കുന്നു. മറ്റൊന്ന്, വമ്പൻ കോട്ടയായ ചിത്രദുർഗ നൽകിയ സുരക്ഷിത സ്ഥാനമാണ്. ഒപ്പം പോരാട്ടങ്ങളിൽ കഴിവേറെയുള്ള ബേദാർ വിഭാഗം പടയാളികളും. ഏതായാലും ചർച്ചകളൊക്കെ നീണ്ടുപോവുകയും ഹൈദർ അലി ചിത്രദുർഗ കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയുമുണ്ടായി. ചിത്രദുർഗ ഭേദിക്കുക എന്നതും മുന്നേറുക എന്നതും എളുപ്പമുള്ള കാര്യമേ അല്ല. ഇന്ന് കോട്ട സന്ദർശിക്കുന്ന ഏതൊരാൾക്ക് പോലും അത് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഹൈദർ അലിയുടെ ഉപരോധം 3 മാസങ്ങൾ നീണ്ടു. ഓരോ തവണയും ഉണ്ടാവുന്ന മൈസൂർ മുന്നേറ്റത്തെ ചിത്രദുർഗ കോട്ട പൂർണ്ണമായി തടയുകയുണ്ടായി. മഴക്കാലം കഴിഞ്ഞതോടെ അധികം വൈകാതെ ഹരിപന്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വമ്പൻ മറാത്ത പട മൈസൂർ മേഖലകളിലേക്ക് മാർച്ച് ചെയ്തു. നിസാമിൻ്റെ പടയെത്താനായി മറാത്ത സൈന്യം കുറച്ച് കാലതാമസമൊക്കെ വരുത്തുകയുണ്ടായി. എങ്കിലും മുന്നേറിയ മറാത്ത പട തുംഗഭദ്ര നദി കടന്ന് അധോണിക്കടുത്തുള്ള റാറാവി മേഖലയിൽ തമ്പടിച്ചു. ബെല്ലാരി അടക്കം നിയന്ത്രണത്തിലാക്കിയ സകലതും നിരീക്ഷിക്കുന്ന ഹൈദർ അലി ഈ മേഖലകളിലേക്ക് പട നയിച്ചെത്തുകയും അപ്രകാരം അവിടെ വലിയൊരു യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. മറാത്ത പടയ്ക്ക് യുദ്ധത്തിൽ വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ഹരിപന്തിന് നദി വീണ്ടും കടന്ന് പിന്മാറേണ്ട അവസ്ഥയും വന്നെത്തി. മറാത്ത പടയുടെ പിന്മാറ്റത്തെ ഘട്ടം ഘട്ടമായി മൈസൂർ പട ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു. ഏതായാലും മറാത്തയെ തകർത്തുകൊണ്ട് ഹൈദർ അലി ഇവിടെയും വിജയം നേടുകയാണ്. അതിനപ്പുറം ഹൈദർ അലി കൃഷ്ണയ്ക്കും തുംഗഭദ്രയ്ക്കും ഇടയിലുള്ള മേഖലകളെ പൂർണ്ണമായും കീഴടക്കാൻ ആരംഭിച്ചു. ഈ മേഖലയിലെ ഒട്ടുമിക്ക നാടുവാഴികളും ചെറു രാജാക്കന്മാരുമൊക്കെ ഹൈദർക്ക് മുന്നിൽ കീഴടങ്ങി പൂർണ്ണ പിന്തുണയും നൽകി. അപ്രകാരം നിർണായക മേഖലകൾ മൈസൂരിലേക്ക് ചേർത്ത് വമ്പൻ വിജയം നേടിയ ഹൈദർ അലി അവിടെയൊന്നും നിർത്താതെ തൻ്റെ പ്രതികാരം തീർക്കാനായി ചിത്രദുർഗയിലേക്ക് വീണ്ടും മാർച്ച് ചെയ്തു. വീണ്ടും ഉപരോധവും കനത്ത പോരാട്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. ഹൈദർ അലി ആക്രമണവും ആളുകളെ വശത്താക്കാനുള്ള നടപടികൾ തുടങ്ങി പറ്റാവുന്ന രീതിയിലൊക്കെ ഇവിടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. 1779 ഈ ഒടുവിലത്തെ ആക്രമണം ഉണ്ടാവുന്നത്. ബേദാർ ജാതിയിൽപ്പെട്ട നായകാസ് നൂറ്റാണ്ടുകൾ കൊണ്ട് സൃഷ്ടിച്ചെടുത്തതായിരുന്നു ചിത്രദുർഗ മേഖലയും വമ്പൻ കോട്ടയും എന്ന് പറയാം. ഒരു വർഷം ലക്ഷങ്ങളുടെ വരുമാനമുള്ള മേഖലകൾ കൂടിയായിരുന്നു ഇത്. പല യുദ്ധങ്ങളിലും കോട്ട എതിരാളികളെ തടഞ്ഞു നിർത്തിയെങ്കിലും 1779 കോട്ടയിലേക്ക് കടന്നു കയറാൻ വഴികളുണ്ടാവുകയും മൈസൂർ പട അതോടെ മുന്നേറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രദുർഗ മേഖലയിലൊക്കെ ഒട്ടനവധി നാടോടി കഥകളെയും നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ സമയം ചിത്രദുർഗയുടെ നായകനായി ഉണ്ടായിരുന്നത് മടക്കേരി നായക അഞ്ചാമനാണ്. പരമ്പരാഗതമായി തങ്ങളുടെ നാഥനായ മടക്കേരി നായകനായി ബേഡാർ പോരാളികൾ മരണം വരെയും പോരാടുകയുണ്ടായി. ഒടുവിൽ മടക്കേരി നായകന് ഹൈദർ അലിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഹൈദർ അലി ഇദ്ദേഹത്തെയും കുടുംബത്തെയും ശ്രീരംഗപട്ടണത്തേക്ക് അയക്കുകയും തടവിലിടുകയും ചെയ്തു. അതേ വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഹൈദർ ചിത്രദുർഗ കീഴടക്കിയതിനപ്പുറം സമ്പത്തൊക്കെ കൈക്കലാക്കിയതിനു ശേഷവും നിർത്തിയില്ല. ബേദാർ വിഭാഗത്തിലെ അവിടെ ജീവിച്ചിരുന്ന 20,000-ഓളം ജനതയെ ഹൈദർ അലി മൈസൂരിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അവിടെ കുട്ടികൾക്കും മറ്റും ആയുധ പരിശീലനം നൽകുകയും ഇവരെ മതപരിവർത്തനം നടത്തി മുസ്ലിം സൈനികരാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ മാറ്റപ്പെട്ടവരുടെ പ്രത്യേക ബറ്റാലിയൻ തന്നെ ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. പക്ഷേ അതോടെ നായക ക്ലാനിൻ്റെ വംശപരമ്പര തന്നെ അവിടെ അവസാനിക്കുകയും ചെയ്തു. ഏതായാലും മറാത്തയിൽ നിന്നേറ്റ കനത്ത പരാജയത്തിന് തിരിച്ചടികൾ നൽകി കൂടുതൽ ദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് വമ്പൻ ശക്തിയായി ഈ സമയം ഹൈദർ അലി മാറുകയുണ്ടായി.